മീഡിയ ഡയറിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹബീബ് എം. ഉറച്ച നിലപാടുമായി കെജ്രിവാൾ. ദേശദ്രോഹികളെ മാറ്റി നിർത്തുക തന്നെ വേണം. അവർ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കുകയാണ്. നമ്മളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവർ രസിക്കുകയാണ്. യഥാർത്ഥ രാജ്യസ്നേഹികളെ തിരിച്ചറിയേണ്ട കാലം അതിക്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നിർണായക നീക്കവുമായി അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തിരക്കിട്ട നീക്കവുമായി അരവിന്ദ് കെജ്രിവാൾ. ജനകീയ കോടതി എന്ന പേരിൽ വിചാരണ പരിപാടി സംഘടിപ്പിക്കും. പാർട്ടി പ്രവർത്തനങ്ങളിൽ കെജ്രിവാൾ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ആദ്യ ചുവടുവെപ്പാണ് ജനതാ കി അദാലത്ത്. ആരാണ് കള്ളനെന്ന് ജനങ്ങളാണ് പറയേണ്ടത്. താനാണോ തന്നെ ജയിൽ അടച്ചവരാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെയൊക്കെ തന്നെ കാണും, ആരും ഒരു ചുക്കും ചെയ്യില്ല. PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പരാമർശത്തിന് മറുപടിയായാണ് MLA അൻവർ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത്. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനും മറ്റു 2 പേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. നാവികസേന പുഴയിൽ മാർക്ക് ചെയ്ത് നൽകിയ CP4 എന്ന പോയിന്റിലാണ് ഇന്ന് തിരച്ചിൽ നടത്തുക. ഇലക്ട്രിക് വാഹന ചാർജിംഗ് US കമ്പനിയുമായി KSEB കൈകോർക്കുന്നു. സംസ്ഥാനത്തെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുമായി കൈകോർക്കുന്നത്. റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ RMI എന്ന ഇന്ത്യൻ ഘടകവുമായാണ് KSEB കരാറിലേർപ്പെടുന്നത്. യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം 30 കഷങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. ബാംഗ്ലൂരിലാണ് സംഭവം നടന്നത്. ബാംഗ്ലൂരിലെ വൈലിക്കാവിലാണ് ഞെട്ടിക്കുന്ന കുറ്റകൃത്യം നടന്നത്. 29 വയസ്സുകാരിയായ മഹാലക്ഷ്മി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. അടച്ചിട്ട വീട്ടിൽ നിന്നും ദുർഗന്ധം വരുന്നെന്നും അയൽക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് വന്ന് വീട് പരിശോധിക്കുകയായിരുന്നു. തൃശ്ശൂർപൂരം കലങ്ങിയതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്ന് ADGPയുടെ അന്വേഷണ റിപ്പോർട്ട്. പൂരം കലക്കൽ ബാഹ്യ ഇടപെടലുകൾ ഇല്ലെന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന് VS സുനിൽകുമാർ പ്രതികരിച്ചു. ആരോപണം നേരിടുന്ന ഒരാൾ തന്നെ ആ കേസ് അന്വേഷിക്കുക എന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നും ഹേമ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലേക്ക് പരാതിക്കാരികളിൽ നിന്നും കമ്മീഷൻ നേരിട്ട് മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സംസ്ഥാന സർക്കാർ സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നീക്കം. ഷുക്കൂർ ഫൈസൽ വധക്കേസ് അന്വേഷിച്ച മുൻ DYSP സുകുമാരൻ BJPയിൽ ചേർന്നു. കണ്ണൂരിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിലാണ് ഇദ്ദേഹം അംഗത്വം സ്വീകരിച്ചത്. PV അൻവറിന്റെ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. K. സുരേന്ദ്രൻ. ഞാൻ സ്റ്റേജിൽ നിന്നും ഇറങ്ങി ഓടി. അവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് തോന്നി. ഗ്രീൻ റൂമിൽ പോയി ഒളിച്ചു. പാവന. അന്ന സെബാസ്റ്റ്യന്റെ മരണം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കേന്ദ്രത്തോട് റിപ്പോർട്ട് തേടി. നവജാത ശിശുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കുഴിച്ചിട്ടു. പിതാവ് അറസ്റ്റ്. വയനാട്ടിലാണ് ഈ കൊലപാതകം നടന്നത്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്ന് കുറ്റം സംബന്ധിച്ച നേപ്പാൾ സ്വദേശികളായ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യലിലാണ്. പ്രതികളായ മഞ്ജു, ഭർത്താവ് അമർ, മകൻ റോഷൻ എന്നിവർ കുറ്റം സമ്മതിച്ചു. റോഷന്റെ ഭാര്യ പാർവതിയുടെ പരാതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിലീസ് ചെയ്ത വീർസാല ഫിലിം 100 കോടി ക്ലബിൽ ഇടം നേടി. ഒരു ആർട്ടിസ്റ്റായിട്ടും ഞാൻ അതിൽ പെട്ടുപോയി. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തവണ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. സുചിത്ര നായർ. ഗാസയിൽ വ്യോമാക്രമണം തുടരുകയാണ്. ദൈനംദിനം 100-ലധികം കുട്ടികളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത്. രേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതിന് ബംഗ്ലാദേശുകാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ നേരത്തെ ഒരു പീഡന കേസിലെ ഇരയാണ്. കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.